ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് ഇന്നത്തെ വായനയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ വായനാഭാഗം യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു 7 ഗോത്രങ്ങൾക്ക് ഇനി ദേശം വിഭാഗിച്ചു കൊടുക്കാനുണ്ട് എന്നുള്ളത്. ആ വിഭജനം ഈ അധ്യായത്തിൽ പൂർത്തിയാകുകയാണ്. എല്ലാ ഗോത്രങ്ങൾക്കും ഇവിടെ ദേശം വിഭജിച്ച് കൊടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വായിക്കുന്നത്, ഇന്നലെ നമുക്ക് കണ്ടു ബെന്യാമീൻ ഗോത്രത്തിന് നറുക്കിട്ടത് വീണത് കണ്ടു. രണ്ടാമത്തെ നറുക്ക് ശിമെയോൻ ഗോത്രത്തിനാണെന്ന് ഇന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാമത്തെ നറുക്ക് 19-ാം അധ്യായത്തിലാണ് ഇന്ന് വായിക്കുന്നത്. രണ്ടാമത്തെ നറുക്ക് ശിമെയോൻ ഗോത്രത്തിന് വീണു. അവർക്ക് കുടുംബമായി ശിമെയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു. അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ യഹൂദ ഗോത്രത്തിന് ദേശം കൂടുതലുണ്ടായിരുന്നു. ഇവർ അളക്കാൻ അന്വേഷിക്കാനും കണക്കെഴുതാനും ഒക്കെ പോയപ്പം അത് മനസ്സിലാക്കുകയും ശിമെയോൻ ഗോത്രത്തിന് ഈ നറുക്ക് വീണപ്പോൾ ശിമെയോൻ ഗോത്രത്തിന് നറുക്ക് വീണപ്പോൾ ആ പ്രദേശം അവർക്ക് കൊടുത്തു. അതായത് യഹൂദയ്ക്ക് തെക്ക് വശത്തായിട്ടാണ് കൊടുത്തത്. യഹൂദ ഗോത്രത്തിനാണ് ആദ്യം കൊടുത്ത സ്ഥലത്തിനകത്തു നിന്നാണ് ശിമെയോൻ ഗോത്രത്തിൽ. പക്ഷേ യഹൂദ ഗോത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ശിമെയോൻ ഗോത്രത്തിന് അവകാശം കൊടുത്തത്. അപ്പം അങ്ങനെ ഗ്രാമങ്ങളും പട്ടണങ്ങളും എല്ലാമായി ശിമെയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു എന്ന് നമ്മൾ എഴുതി കാണുന്നു. അത് കഴിഞ്ഞിട്ട് നറുക്ക് വീഴുന്നത് സെബുലോൻ മക്കൾക്കാണ്. മൂന്നാമത്തെ നറുക്ക് വീഴുന്നത് അവർക്കും ഇതുപോലെ തന്നെ ഈ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ആയിട്ട് അവർക്കും കുടുംബമായി അവകാശം കിട്ടി. നാലാമത്തെ നറുക്ക് ഇസ്സാഖാരിനാണ് കിട്ടുന്നത്. ഇസ്സാഖാരിനും ഈ പറഞ്ഞതുപോലെ ഗ്രാമങ്ങളും പട്ടണങ്ങളും സ്ഥലങ്ങളുമൊക്കെ അവർക്കും ആ ഗോത്രത്തിന് കുടുംബമായി കിട്ടി. അഞ്ചാമത് ആശേർ മക്കളുടെ ഗോത്രത്തിനാണ് അവകാശം കൊടുക്കുന്നത്. നമ്മൾ 1 രാജാക്കന്മാർ 9-ാം അധ്യായത്തിൽ വായിക്കുന്ന കാബൂൽ എന്നൊരു സ്ഥലമൊക്കെ അവിടെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ആറാമത്തെ നറുക്കെടുപ്പ് നഫ്താലി മക്കൾക്കാണ് ലഭിക്കുന്നത്. നഫ്താലി മക്കൾക്കും കുടുംബമായി അവർക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ പട്ടണങ്ങളും ഗ്രാമങ്ങളുമൊക്കെ അവർക്കും വിഭജിച്ച് കൊടുത്തു. പിന്നെ ദാൻ മക്കളുടെ ഗോത്രമാണ് പിന്നെ വരുന്നത്. ദാൻ മക്കളുടെ ഗോത്രത്തിന് ഏഴാമത് നറുക്ക് വീണു. അപ്പോൾ ഇതിവിടാകുമ്പം അത് തീരുകയാണ്. ദാൻ മക്കളുടെ ഗോത്രത്തിന് 7-ാമത് നറുക്ക് വീണു. അവർക്കും അവകാശം കൊടുത്തു. പക്ഷേ അവിടെ ഒരു പ്രധാന കാര്യം കാണുന്നത് ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയി അവർക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. ന്യായാധിപന്മാർ പുസ്തകം 1-ാം അധ്യായത്തിന് 34 നമ്മൾ വായിക്കുമ്പോൾ അമോര്യർ വന്നിട്ട് ഈ ദാൻ മക്കളെ ഞെരുക്കി തിക്കി തള്ളി, അതായത് അവരുടെ ദേശം പിടിച്ച് അവരെ മലമ്പ്രദേശത്തേക്ക് കയറ്റി, മലയിലേക്ക് കയറ്റി. പിന്നെ അവർ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ അവരെ അനുവദിച്ചുമില്ല. അപ്പം അങ്ങനെ അവർക്ക് ദേശം നഷ്ടപ്പെട്ടൊരവസ്ഥ അവർക്കുണ്ടായി. അവർക്ക് കൊടുത്ത ദേശം അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അതേ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇവർക്ക് സ്ഥലം വേണമല്ലോ. ഇവർ സ്വസ്ഥമായൊരു സ്ഥലം അന്വേഷിച്ച് ഇവർ 5 പേരെ തിരഞ്ഞെടുത്തയച്ചു. പരാക്രമശാലികളായ 5 പേരെ തിരഞ്ഞെടുത്തയച്ചു. അവരിങ്ങനെ നടന്നങ്ങ് വടക്കേ അറ്റത്ത് ലൈഷ് എന്നൊരു സ്ഥലത്ത് വന്നു. ലൈഷ് എന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ എല്ലാം സമാധാനപ്രിയരാണ്. ഒരു യുദ്ധം അങ്ങോട്ട് പോയാൽ യുദ്ധത്തിന് ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെ അവരെ തോൽപ്പിച്ച് അവരെ ഒഴിപ്പിച്ച് ആ ലൈഷ് എന്ന സ്ഥലം ഇവർ കൈവശമാക്കി. അത് അപ്പൻ്റെ പേരും പ്രകാരം ദാൻ എന്ന് പേരിടുകയും അവിടെ അവരുടെ ഗോത്രം സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് ദാൻ ചെയ്ത കാര്യം. ഇവിടെ യഥാർത്ഥമായി ദാൻ മക്കൾക്ക് കൊടുത്ത ദേശം അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മളോട് വായിക്കുന്നതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നും ആ നഷ്ടപ്പെട്ടതിന് ശേഷം അവർ മറ്റൊരു ദേശം കണ്ടെത്തിയതിനെ സംബന്ധിച്ചുമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. തുടർന്ന് യോശുവയ്ക്ക് ഒരു അവകാശം കൊടുത്തതിനെ സംബന്ധിച്ച് 49-ാം വാക്യത്തിൽ അവർ ദേശത്തെ അതിര് തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂൻ്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായി എഫ്രൈം മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹ് അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു. ഇവ പുരോഹിതനായ എലയാസറും, ഇപ്പോഴത്തെ പുരോഹിതൻ എലയാസറാണ്. എലയാസറും നൂൻ്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ഷീലോവിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങൾ ആകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു. അപ്പോൾ ദേശവിഭാഗം അവസാനിച്ചു എന്ന് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ
ആ, ഒരു വലിയ ഒരു എന്തിനു വേണ്ടിയാണോ 40 വർഷത്തെ മരുഭൂയാത്ര കഴിഞ്ഞ് ഇവർ വന്നത്, അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവർ മിസ്രൈം ദേശത്തെത്തി. മിസ്രൈം ദേശത്ത് 430 വർഷത്തോളം അവിടെ താമസിച്ചു. അതിനും എത്രയോ നാൾ മുമ്പ്, ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ്, മിസ്രൈമിൽ വരുന്നതിന് മുമ്പ്, അതിനും തലമുറകൾക്ക് മുമ്പ് അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ ദേശം, പാലും തേഴും ഒഴുകുന്ന ദേശം ഞാൻ നിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുക്കും, നിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുക്കും. അപ്പോൾ അബ്രഹാമിൻ്റെ മക്കളാണിവർ, ഇസ്ഹാക്കിൻ്റെ മക്കളാണിവർ, യാക്കോബിൻ്റെ മക്കളാണിവർ. അവർക്ക് ഇന്ന് ഈ ദേശമെല്ലാം അവർക്ക് ദൈവം പറഞ്ഞതുപോലെ അവർക്ക് ആ വാഗ്ദത്തം അവർക്ക് കൊടുത്തു. അവർക്ക് ആ ദേശത്ത് വന്ന് അവർ വിഭജിച്ച് അവർ അവിടെ താമസമാക്കി, അവർ അവകാശം സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ, ദൈവം പറഞ്ഞ ഒരു വാക്കിനെ ദൈവം കൃത്യമായി പാലിച്ച് ആ കൊടുക്കാമെന്ന് പറഞ്ഞ അവകാശം, ആ പ്രോമിസ്, സത്യം, അത് ദൈവം നിവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓരോ ദിവസം നമ്മൾ വായിച്ചു പോകുമ്പോൾ, ഇങ്ങനെ പോകുമ്പോഴും ഇതിൻ്റെ ഒരു വലിയൊരു പിക്ചർ നമ്മൾ കാണാതെ പോകരുത്. ഇവിടെ ദൈവം പറഞ്ഞ, അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോടും പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ ദൈവം നിവർത്തിച്ച് ആ ഇസ്രായേലിൻ്റെയും യാക്കോബിൻ്റെയും അബ്രഹാമിൻ്റെ മക്കൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. അബ്രഹാമിനോ ഇസ്ഹാക്കിനോ യാക്കോബിനെ ഇത് കാണാൻ കഴിഞ്ഞില്ല, അത് സത്യം തന്നെ. അത് അങ്ങനെ കാണാൻ കഴിയുമെന്നും പറഞ്ഞില്ല. പക്ഷേ ആ പറഞ്ഞ വാക്ക് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം പാലിച്ചു എന്നുള്ളതാണ്. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി നമുക്കൊരു വാഗ്ദത്ത ദേശം ദൈവം വെച്ചിട്ടുണ്ട്. ആ ദേശം, അല്ലെങ്കിൽ ആ വാഗ്ദത്തമായ ദൈവരാജ്യം, ആ വാഗ്ദത്തം എന്ന് പറയുന്ന നിത്യജീവൻ, അതും ദൈവം നമുക്ക് തരും. കാരണം ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമാണ്. അവൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ദൈവം ചെയ്യും. അതിന് ഇപ്പോൾ ഈ പുറപ്പെട്ടു വന്നവർ അയോഗ്യരായിരുന്നു എങ്കിലും, യോഗ്യരായിരുന്നവർ എല്ലാവരും യോഗ്യരല്ലായിരുന്നു എങ്കിലും അവരെ അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞ് ദൈവം അവിടെ എത്തിച്ചു. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിൽ യോഗ്യർ മാത്രമേ അവിടെ എത്തുള്ളൂ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ള അവൻ, അവൾ കേൾക്കട്ടെ എന്നാണ്. അത് എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമാണ്. അത് വ്യക്തിപരമായിട്ടാണ്. ഇപ്പം നമ്മൾ ഒരുമിച്ച് മക്കളെ എല്ലാവരും എന്നല്ല, ഈ ഇസ്രായേൽ മക്കൾ കൊള്ളരുതാത്തവരും കൊള്ളാവുന്നവരും എല്ലാം കനാൻ ദേശത്ത് എത്തിയതുപോലെ ഒരു അവസ്ഥയല്ല ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ, നിത്യജീവൻ പ്രാപിക്കുന്നവരുടെ അവസ്ഥ. അവിടെ യോഗ്യർ മാത്രമേ ചെല്ലുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മളാണ് സൂക്ഷിക്കേണ്ടതും, ഈ വാക്യത്തിലും വചനത്തിലും ഒക്കെ നിൽക്കേണ്ടതും, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിക്കേണ്ടതും ഒക്കെ നമ്മൾ തന്നെയാണ്. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം. ഇവിടെ പ്രവചനം തന്നെയാണ് ഇതിനകത്ത്. എന്നാൽ അതിൻ്റെ തുടക്കം ദൈവത്തോട് പറയുന്ന രീതിയിൽ, ദൈവത്തെ പുകഴ്ത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. ബാക്കിയെല്ലാം പ്രവചനങ്ങൾ തന്നെ. യഹോവേ, അങ്ങ് എൻ്റെ ദൈവമാകുന്നു, ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തെ സ്തുതിക്കും. അങ്ങ് അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. അപ്പം ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവം കൃത്യമായി ചെയ്തിരിക്കുന്നുവല്ലോ. അത് ചെയ്യാനുള്ള കാര്യത്തെ സംബന്ധിച്ചായാലും അത് പറയാം. അപ്പം ഒരു ശിശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യെശയ്യാ പ്രവാചനത്തിൽ പറഞ്ഞ എന്താണ്? ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അന്ന് ആ ശിശു ജനിച്ചിട്ടില്ല, അന്ന് ശിശുവിനെ നൽകപ്പെട്ടു എന്നുള്ളത്, പക്ഷേ ആ ശിശുവിനെ ലഭിച്ചില്ല. പക്ഷെ അതിനു മുമ്പേ അത് സംഭവിച്ചതുപോലെ അതവിടെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെയും അനുഷ്ഠിച്ച കാര്യങ്ങളും അനുഷ്ഠിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം അനുഷ്ഠിച്ചിരിക്കുന്നല്ലോ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, നീ നഗരത്തെ കൽക്കുന്നും ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാതെ വണ്ണവും ആക്കി തീർത്തു, അതൊരു നാളും പണിയുകയില്ല. അപ്പോൾ ആക്കി തീർത്തു എന്നുള്ളത് സംഭവിച്ച കാര്യം, അതൊരു നാളും പണിയുകയില്ല എന്നുള്ളത് പ്രവചനവും. താഴോട്ട് അതുപോലെ തന്നെ, വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു, മേഘത്തിൻ്റെ തണൽ കൊണ്ട് ഉഷ്ണം എന്ന പോലെ നിഷ്കണ്ഠകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. അത് കഴിഞ്ഞിട്ട്, സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും ഇഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ, അതും സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചാണ്. മേധസ് നിറഞ്ഞ മിഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ട് നീക്കി തെളിച്ച വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെ മേലും ഉള്ള മേൽക്കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും.
അപ്പോൾ ഈ പർവ്വതം എന്ന് പറയുന്നത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട പർവ്വതമാകാം. അത് കൃത്യമായിട്ട് അത് അവിടെ നിന്ന് വായിച്ചെടുക്കാനൊക്കത്തില്ല. ചിലപ്പം അത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ പർവ്വതം, അപ്പോൾ ഏത് പർവ്വതമാണെന്ന് അവിടെ നമ്മൾ വായിക്കുന്നുമില്ല. അപ്പോൾ അവിടെ ഇത് യഹൂദായിലുള്ള പ്രവചനം, യഹൂദ ദേശത്തുള്ള പ്രവചനമാണ് താനും. സൈന്യങ്ങൾ, അതൊന്നുകൂടെ വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞു കൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ട് നീക്കിക്കളഞ്ഞ വീഞ്ഞു കൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. സകല വംശങ്ങൾക്കുള്ള മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. അപ്പം അത് എല്ലാം ജാതികളുടെ പ്രവേശനം, വിശ്വാസത്തിലെ പ്രവേശനം ആക്കി തീർത്തത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ ഒരു മൂടുപടം ഉണ്ടായിരുന്നല്ലോ, അതിവിശുദ്ധ സ്ഥലവും പ്രാകാരവും തമ്മിലുണ്ടായിരുന്ന മൂടുപടം, അതും നീങ്ങുകയാണ്. അല്ലെങ്കിൽ മോശയുടെ മുഖത്തിട്ട മൂടുപടം, അതൊക്കെയാണ് നമുക്ക് ഓർക്കാവുന്നത്. അത് നീങ്ങുകയാണ് എന്ന് പറഞ്ഞ പോലെ, അതായത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മൂടുപടം ക്രിസ്തുവിലൂടെ നീങ്ങിപ്പോകുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കും. അതും സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയും. യഹോവയല്ല അരുളി ചെയ്തിരിക്കുന്നു. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. യഹോവയുടെ കൈ ഈ പർവ്വതത്തിൽ ആവസിക്കുമല്ലോ. അതാണ് ആ പ്രവചനങ്ങളുടെയൊക്കെ ഇതായിട്ടുള്ള പറയുന്നത്. വളരെ വളരെ പ്രത്യാശയുള്ള ഒരു പ്രവചനം. വായിക്കുമ്പോൾ തന്നെ മനസ്സിനുള്ളിൽ ഒരു കുളിർമയും തണുപ്പും ഒക്കെ വരുന്ന ആശ്വാസകരമായ ഒരു പ്രവചനം കൂടിയാണ് ഈ 25-ാം അധ്യായം. മൂന്നാമത്തെ വായനാഭാഗം പൗലോസ് അപ്പോസ്തലൻ തുടർന്നും സംസാരിക്കുകയാണ് എബ്രായ വിശ്വാസികളോട്, അല്ലെങ്കിൽ എബ്രായരോട്, അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികളോട്. 8ഉം 9ഉം അധ്യായങ്ങളാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. അതിൽ ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, ഇന്നലെ നമ്മൾ വായിച്ചല്ലോ, ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണ, അതായത് മുമ്പ് ദൈവം ന്യായപ്രമാണം സ്ഥാപിക്കുന്നതിന് മുമ്പേ പറഞ്ഞ ആണ, എല്ലാം തികഞ്ഞ പുത്രനെ പുരോഹിതനാക്കുന്നു. അപ്പോൾ അതിൻ്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലതുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെ ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകയില്ലായിരുന്നു. ന്യായപ്രമാണം വഴിപാടർപ്പിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ അവന് ആകയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഭൂമിയിലാണെങ്കിൽ ആരാണ് അക്കാലത്തെ അനുസരിച്ച്? ലേവ്യനാണ് പുരോഹിതൻ. ഒരിക്കലും ഒരു യഹൂദൻ പുരോഹിതനാകയില്ല. യേശുക്രിസ്തു ആണെങ്കിൽ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകയാൽ അതിൻ്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കില്ലായിരുന്നു. എന്നിട്ട് അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറയുന്നത് പഴയ ന്യായപ്രമാണ പുസ്തകത്തിന് കുറവുണ്ടായിരുന്നെങ്കിൽ പുതിയതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അതിന് ഒരു അടിസ്ഥാനം വേണമല്ലോ. പൗലോസ് അപ്പോസ്തലൻ പുതിയതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് കേൾക്കുന്ന ജനം, നമുക്കല്ല, അന്ന് കേൾക്കുന്ന ജനത്തിന് അത് അംഗീകരിക്കാൻ വളരെ പാടുള്ള കാര്യമാണ്. കാരണം അത് പുതിയതും പഴയതൊന്നുമില്ലല്ലോ, ഒരു ന്യായപ്രമാണമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓർക്കണം. ഇന്നത്തെ പോലെയല്ല. ഇന്നും കാര്യങ്ങൾ പറഞ്ഞിട്ട് പലർക്കും പലതും മനസ്സിലാകുന്നില്ല. ശരി, അത് വേറൊരു കാര്യം, അത് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചാണ്. എന്നാൽ ഇന്ന് അടിസ്ഥാനമായ വിശ്വാസമായ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് അക്കാലത്ത് ഈ ഒരു മാറ്റം പറഞ്ഞു ഫലിപ്പിക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രശ്നമുള്ള സങ്കീർണമായൊരു കാര്യമാണ്. എന്നാൽ യഹൂദന്മാരിൽ നിന്ന് വരാത്ത ജാതികളിൽ നിന്ന് വരുന്നവർക്ക് അതൊരു പ്രശ്നമല്ല. അതേസമയം ന്യായപ്രമാണ പുസ്തകത്തിൻ്റെ കീഴിലുള്ളവരും അതുപോലെ പരിച്ഛേദന ഏൽക്കുന്നവരുമായ ജനത്തിന് ഈ പറയുന്ന പുതിയതെന്ന് പറയുമ്പോൾ അതങ്ങോട്ടും ഉൾക്കൊള്ളാം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന കർത്താവിൻ്റെ അരുളപ്പാട്. അത് യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിലാണ് നമ്മളത്. 31-ന്റെ 31 മുതൽ 34 വരെയാണ് ഈ പ്രവചനം. ആ പ്രവചനം ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്, യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചനം. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഞാൻ ഒരു പുതിയ നിയമം ചെയ്യുന്ന കാലത്തിൽ ചെയ്യുന്ന നിയമം,
അവരെൻ്റെ നിയമത്തിൽ നിന്നില്ല. അന്ന് അവരെൻ്റെ നിയമത്തിൽ നിന്നില്ല. ഞാൻ അവരെ ആദരിച്ചതുമില്ല. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. ആബാലവൃത്തം എല്ലാം അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാവങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പം അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, പുതിയത് എന്ന് പറയുന്നതിനാൽ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പുതിയതിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ദൈവം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ്. പുതിയ നിയമമുണ്ട്, പുതിയ നിയമം ഉണ്ടാക്കാൻ പോവുകയാണ്, പുതിയ നിയമം ആക്കും, പുതിയ നിയമത്തിന് കീഴിലാക്കും. അന്ന് വരുന്ന ജനം ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പൗലോസ് അപ്പോസ്തലന് ദൈവിക വെളിപ്പാടിനാൽ അരുളപ്പാടിനാൽ ഈ ഒരു കാര്യം അത്ര കൃത്യമായി, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന് കുറ്റക്കാരനായിത്തീരുന്നൊരു വിഷയമാണിത്. പൗലോസ് അപ്പോസ്തലനായാലും പത്രോസായാലും ഒക്കെ കുറ്റക്കാരനായിത്തീരുന്ന, ദൈവസന്നിധിയിൽ കുറ്റക്കാരായിത്തീരുന്ന ഒരു വിഷയത്തിന്മേലാണ് പരിച്ഛേദന പോലും അവർ വേണ്ട എന്ന് പറയുന്ന, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പരിച്ഛേദന പോലും നിർബന്ധിക്കേണ്ട എന്ന് പറയാൻ തക്കവണ്ണം ന്യായപ്രമാണ പുസ്തകത്തിലെ അടിസ്ഥാന വിശ്വാസമായ 8-ാമത്തെ നാളിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ 8-ാമത്തെ നാളിൽ പരിച്ഛേദന കഴിക്കണം. അത് ഇസ്രായേലിൻ്റെ അബ്രഹാമിൻ്റെ കാലം മുതലേ ഉള്ളതാണ്. ന്യായപ്രമാണത്തിലുള്ളതല്ല, ന്യായപ്രമാണത്തിന് മുമ്പേ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. ന്യായപ്രമാണത്തിൽ അതിനെ സംബന്ധിച്ച് വ്യവസ്ഥയുണ്ട്. അവർ ചെയ്തു പോകുന്നു നൂറ്റാണ്ടുകളായിട്ട്. ആ നിയമത്തെയാണ് ഇവിടെ ജാതികളിൽ നിന്ന് വന്നവരെ അസഹ്യപ്പെടുത്തരുതെന്നും പറഞ്ഞ് മാറ്റിയത്. അപ്പോൾ പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴകിയതാക്കിയിരിക്കുന്നു എന്നും അവിടെ പറഞ്ഞാണ് ആ അധ്യായം നിർത്തുന്നത്. എന്നാൽ ആദ്യ നിയമത്തിനും 9-ാം അധ്യായം, ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുമുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു, അതിൽ കാഴ്ചയപ്പം, നിലവിളക്ക്, വിശുദ്ധ സ്ഥലം, 2-ാം തിരശ്ശീല, ഇങ്ങനെ പല കാര്യങ്ങളും അതിവിശുദ്ധ കൂടാരം ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് മന്ന ഇട്ട് വെച്ച പാത്രം, അഹരോൻ്റെ തളുത്തും, നിയമത്തിൻ്റെ കൽപ്പലക, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകൾ, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 2 വിശുദ്ധ കൂടാരങ്ങൾ, മുൻകൂടാരവും പിൻകൂടാരവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മുൻകൂടാരത്തിലാണ് നിരന്തരം ശുശ്രൂഷ കഴിക്കുക. എന്നാൽ 2-ാം കൂടാരം, അതായത് അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മഹാപുരോഹിതൻ പോവുള്ളൂ. അത് രക്തം കൊണ്ടേ പോവുള്ളൂ. എന്നിട്ട് ആ രക്തമെന്ന് പറയുന്നത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടിയാണ് ആ യാഗം അർപ്പിച്ച് അവിടെ രക്തവും കൊണ്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പം ഭൂമിയിലുണ്ടായിരുന്ന ലേവ്യ പുരോഹിതൻ, മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ രക്തവുമായിട്ട്, പുരോഹിതൻ്റെ രക്തമല്ല, ആടിൻ്റെയോ കാളയുടെയോ രക്തമായിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് കടക്കുന്നത് പോലെ ഇന്ന് യേശുക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്ത് കടന്നു. അത് സ്വന്തം രക്തത്തോടു കൂടിയാണ് അവിടെ കടന്നത്. അപ്പോൾ എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഈ കാളകളും ആടുകളും ഒക്കെ മനുഷ്യരുടെ പാപങ്ങളെ ശുദ്ധീകരിച്ചു, അവരെല്ലാം വിശുദ്ധീകരിച്ചിരുന്നു എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം ഈ നിർജ്ജീവ പ്രവർത്തികളെ, അല്ലെങ്കിൽ മനസാക്ഷിയെ, അവരുടെ നിർജ്ജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം, കാളകൾക്കും ആടുകളുടെയും രക്തത്തിന് ശുദ്ധീകരിക്കാൻ കഴിയുമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് അതിനേക്കാളും എന്തുമാത്രം അധികം അത് ശുദ്ധീകരിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതിപ്പോൾ എബ്രായർക്ക് എഴുതുന്നതാണ്, ഇന്ന് നമ്മളാണിത് വായിക്കുന്നത്. നമ്മളാണ് മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ രക്തം ഏറ്റവും ബെസ്റ്റായിട്ട്, അല്ലെങ്കിൽ സമ്പൂർണ്ണമായ ഒരു വിശുദ്ധീകരിക്കുന്ന രക്തമാണ് അതെന്നുള്ളത്, ആ യാഗം. പിന്നെ തുറന്ന് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആ രക്തം യേശുക്രിസ്തുവാൽ ചൊരിയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കിയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അപ്പോൾ ഒരിക്കൽ മരിക്കുകയും ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ അർപ്പിക്കപ്പെട്ടിട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാവും. അപ്പോൾ യേശുക്രിസ്തു വീണ്ടും വരും എന്ന് എബ്രായരോട് പറയുകയാണ്. ക്രിസ്തു വീണ്ടും വരും. നിങ്ങൾ ഈ വിശ്വസിക്കുന്ന ക്രിസ്തു
മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്നും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് മേൽ വരുന്ന പ്രലോഭനങ്ങളും നിങ്ങൾക്ക് മേൽ വരുന്ന പീഡനങ്ങളുമൊക്കെ നിങ്ങളെ ഭയപ്പെടുത്തി പിന്നിലേക്ക് നയിച്ച് പഴയ ജീവിതത്തിലേക്ക് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ നായകനായിരിക്കുന്ന യേശുക്രിസ്തു, നിങ്ങൾക്ക് ഈ രക്ഷ തന്ന യേശുക്രിസ്തു, നിങ്ങളെ വിശ്വാസത്തിലേക്ക് നടത്തിയ യേശുക്രിസ്തു, പുതിയ നിയമത്തിലേക്ക് നടത്തിയ യേശുക്രിസ്തു വീണ്ടും വരും. വീണ്ടും വരുമ്പം എന്താണ്? നിങ്ങൾ ഈ വിശ്വാസത്തിൽ കാണാൻ ഇടയാകണം, യേശുക്രിസ്തുവിന് കാണാൻ ഇടയാകണം. ആ തരത്തിൽ ഉള്ള ഉപദേശങ്ങളോടുകൂടിയാണ് എബ്രായ ലേഖനം അവസാനിക്കുന്നത്. 3 വേദഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ദൈവം നടത്തിയ വലിയ വഴികളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാളെ നമുക്ക് പുതിയ ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ദൈവം നമ്മളെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ. നന്ദി.